ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളാണ്. തൽപരകക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീം പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപണം. ചിലർ ആശാ വർക്കർമാരെ മോഹിപ്പിച്ചു. പെമ്പിളെ ഒരുമേ സമരത്തിന് സമാനമാണ് ആശാ വർക്കർമാരുടെ സമരം. സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനയും അധിക്ഷേപിക്കുകയായിരുന്നു പെമ്പിളെ ഒരുമേ സമരമെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലും ആശാ വർക്കർമാർക്കെതിരെയുള്ള അവഹേളനം എളമരം കരീം തുടർന്നു. പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പരാമർശങ്ങൾ പിൻവലിക്കില്ല. ആശാ വർക്കേഴ്സിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അതിവേഗം അവർ പിന്തിരിയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആശാ വർക്കർമാരുടെ സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള പ്രസ് ക്ലബ്ബിൽ ആശാ വർക്കർമാർക്കെതിരായി MLA PP ചിത്തരഞ്ജനും രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം സർക്കാർ വിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയ സമരമെന്ന് MLA. ഞങ്ങൾ തൊഴിലാളി സമരത്തിനൊന്നും എതിരല്ല, പക്ഷേ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ വരുന്ന സമരങ്ങളെ തുറന്നു കാട്ടും. ആശാ വർക്കർമാരുടെ സമരം 15-ാം ദിവസം പിന്നിടുമ്പോൾ ഐക്യദാർഢ്യമായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് വേദിയിലെത്തുന്നത്. ഈ 15 ഡേയ്സ് ആയിട്ട് ഇവരിങ്ങനെ വന്ന് സ്ട്രീറ്റില് ലേഡീസ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നെങ്കിൽ അത് നിസ്സാര കാര്യമില്ല. ക്വീൻ ഓഫ് ദ ഹൗസ് അല്ലേ. അപ്പൊ അവര് വീട്ടിലെ എല്ലാവരും മക്കള്, ഹസ്ബൻഡ്, വീട്ടു ജോലി എല്ലാം വിട്ടിട്ടാണ് വന്ന് ഇവിടെ സ്ട്രീറ്റിൽ ഇരിക്കുമ്പോ അത് വളരെ ദുഃഖമായിട്ടുണ്ട് എനിക്ക്. സമരത്തെ പരിഗണിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സർക്കാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.